ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോസസ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ മോസസിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിന്നലെ ഇവിടെ ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത്, പാലക്കാട്. അപ്പോൾ ഇനി നമ്മൾ കോയമ്പത്തൂർ കയറാനായിരുന്നു ഇന്നലത്തെ നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിന്ന് കോയമ്പത്തൂർ കയറുന്നില്ല, നേരെ പൊള്ളാച്ചി വഴി രാമേശ്വരം പോകുന്നു അല്ലേ? രാമേശ്വരം. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു പ്ലാനിങ്. അപ്പോൾ ബാക്കി പ്ലാനിങ് ഒക്കെ നമ്മൾ ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നേക്കുന്നത്. പൊള്ളാച്ചി, അതാണ് ഞങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാമല്ലോ മോസേ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ വെൽഫെയറിലല്ല, നമ്മുടെ കോട്ട സിറ്റി ബേക്കിൽ കിടപ്പുണ്ട്, അതിൽ തന്നെയാട്ടോ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിടാം കേട്ടോ. രാവിലെ ചെളിയല്ലേ, 8 മണി ആവുന്നേ ഉള്ളൂ. എന്നാലും ചെറിയ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്, ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മിസ്സാട്ടോ, അല്ലെങ്കിൽ രാവിലെ തന്നെ കുളിയും കഴിഞ്ഞ് ഒന്ന് നനയേണ്ടി വന്നേനെ. വെക്ക് കാണുന്നുണ്ടോടാ? ഗേറ്റ് തുറന്നോ? അടിപൊളി. രാവിലെ ഞങ്ങൾ ഇറങ്ങുമ്പോ തന്നെ നല്ലൊരു മഴ അല്ലേ? സെക്യൂരിറ്റി ചേട്ടൻ പോയി. ഉണ്ടോ? ആ പോട്ടെ. കാണുന്നില്ലേ മോസസേ? നമ്മള് രാമേശ്വരത്ത് കൊടുങ്ങുമോ? സൂപ്പർ മഴ കേട്ടോ. മലമ്പുഴ ഡാം അല്ലേ? അപ്പൊ നമ്മളിന്ന് പൊള്ളാച്ചി റോഡ് അല്ലേ? ആ, നമുക്ക് നോക്കാം. പാലക്കാട് എന്താണെന്നറിയോ, വെറൈറ്റി ആണ് സംഭവം. കഴിഞ്ഞ ആ ടൗണിൽ മാത്രം മഴയുള്ളല്ലേ? മഴയില്ല. ഇതെനിക്ക് വാർഡ് തിരിച്ച് വാർഡ് എട്ടാം വാർഡ് 10ാം വാർഡിലേക്ക് മഴ. മഴയില്ല. പിന്നെയും ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചാറി കുറച്ചിങ്ങനെ നിൽക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തുമല്ല, ഇവിടെ ആകുമ്പോ നല്ല ദോശ, ഇഡ്ഡലി, സാമ്പാർ, വട. രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് സാധനം. രാമശ്ശേരി ഇഡ്ഡലിയോ? നമ്മൾ പോകുന്ന വഴിക്ക്, നമ്മള് ഈ പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്കുന്ന അവിടെ വണ്ടി തട്ടിയല്ലോ ചേട്ടന്മാര്. ഇത്ര രാവിലെ തന്നെ നമുക്ക് പോയിട്ട് നല്ല രാമശ്ശേരി ഇഡ്ഡലിയും ചായയും കുടിച്ചാലോ? രാമശ്ശേരി ഇഡ്ഡലി അല്ലേ? അടിപൊളി. എല്ലാരും വന്ന് നമ്മുടെ സുജിത് ഭക്തനൊക്കെ വന്ന് വ്ലോഗ് ചെയ്താ. ആണോ? അടിപൊളി സ്പോട്ടാണ്. എന്നാ നല്ലതായിരിക്കും. നമുക്കൊന്ന് പോയി അതിന്റെ നിജസ്ഥിതി നമുക്കൊന്നും അറിയണ്ടേ അല്ലേ? പക്ഷെ അതൊരു ദോശ പോലത്തെ ഒരു ഇഡ്ഡലിയാണ്. ഓ, വലിയത്. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. കർണാടകയിലൊക്കെ മറ്റേ കർണാടകയിലെ ഇഡ്ഡലിനേക്കാളും വലുത് അല്ലേ? തട്ട ഇഡ്ഡലി എന്ന് പറയില്ലേ, അതുപോലെ ഇഡ്ഡലിയാണ്. അടിപൊളി. നമുക്ക് പോയി കഴിച്ചു നോക്കാം. പോയി നോക്കാം. ഇപ്പൊ മഴയില്ല, മഴ പോയി. അപ്പൊ ഞങ്ങളിതാ രാമശ്ശേരി, ഈ റൂട്ടാട്ടോ. അത് രണ്ടും ഒരു വഴിയായിരുന്നല്ലേ? അപ്പൊ ഞങ്ങളങ്ങനെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് കുറച്ച് ഉള്ളിലേക്കല്ലേ? അര കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാം. പാലക്കാട് ഹൈവേ. ഇനി ലെഫ്റ്റ് തിരിയണോ? ഇത് തന്നെ വഴി, ഇത് തന്നെ, പേടിക്കാനില്ല. പൊള്ളാച്ചിന്ന് നമ്മള് പാലക്കാട് നിന്ന് പൊള്ളാച്ചി റൂട്ടാട്ടോ. മാപ്പിൽ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കട എന്ന് അടിച്ചാല് കറക്റ്റ് റൂട്ട് കാണിച്ചു. ക്ഷേത്രമൊക്കെ ഉണ്ടല്ലേ? ഒരു 800 മീറ്ററും കൂടി പോയാൽ നമ്മൾ സ്ഥലത്തെത്തും. അത് നല്ല അടിപൊളി ഏരിയ കേട്ടോ. വീടുകളൊക്കെ ഉണ്ട്, കുറെ കുഞ്ഞു വീടുകൾ. ഇവിടെയൊക്കെ വലിയ വീടുകളാണ്. ഇവിടെ ഈ അമ്പലങ്ങൾ ഒരുപാടുണ്ടല്ലേ? ബ്രാഹ്മണന്മാരുടെ ഏരിയ അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ രാമശ്ശേരി ഇഡ്ഡലിക്കടേൻ്റെ മുമ്പിലേക്ക് എത്തി കേട്ടോ. രാവിലെ ആൾക്കാരൊക്കെ ക്യൂ ആണോ? ഇല്ല. പിന്നെ നമുക്ക് കൈ കഴുകിയിട്ട് മോസസേ ഇഡ്ഡലി പറഞ്ഞാ? ചട്നിയൊക്കെ ഇവിടെയുണ്ട്. പഴയ ഇഡ്ഡലി അല്ലേ? പക്ഷെ അപ്പുറത്തൊക്കെ കുറെ കടയുണ്ടല്ലോ. ഇവിടെ ലാലേട്ടനൊക്കെ വന്നിട്ടുണ്ടല്ലോ. താമരശ്ശേരിയോ? രാമശ്ശേരി.
നല്ല തേങ്ങാ ചട്നി, ഇത് മറ്റേ പാത്രമല്ലേ? ചട്നി, ഇതല്ലേ മറ്റേ പാത്രം? നീട്ടമില്ലാത്ത ഇതെന്ത് പൊടി? എന്താ അത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടിയോ? എണ്ണയുണ്ട്. എണ്ണ എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. എണ്ണയും കൂടി ഒഴിച്ചിട്ടായിരിക്കും കഴിക്കുക അല്ലേ? നല്ല സാമ്പാർ കേട്ടോ. പ്ലേറ്റ് വന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇഡ്ഡലി എത്തി കേട്ടോ. ഇതാണ് ഇഡ്ഡലി. ഇതാണ് ഇഡ്ഡലി കേട്ടോ. നമ്മുടെ കള്ളപ്പം പോലെയുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് സാധാ ഇഡ്ഡലിൻ്റെ ടേസ്റ്റ് ആണെന്ന് അറിയാലോ. ഇത് ദോശ പോലെ നല്ല നമ്മുടെ സാധാ ഇഡ്ഡലി തന്നെ. ടേസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കഴിച്ചു നോക്കില്ലേ? നീ കഴിച്ചു കഴിഞ്ഞോ? ഞാൻ കഴിച്ചു തുടങ്ങി. ഇതെങ്ങനെ എത്ര സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം? ചട്നി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ വീഴണം അതിനകത്തേക്ക്. എനിക്ക് അധികം ഒഴിക്കണ്ട. ഞാനിങ്ങനെ ചട്നി ഇല്ലാണ്ട് കഴിക്കുന്ന ആളാണ്. എൻ്റെ ഒരു ഉണ്ടോ നോക്കിയേ അല്ലേ? അടിപൊളി സാധനം. വെറുതെ അല്ലാതെ ഫേമസ് ആയത്. അത്ര ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും കൂടി വഴി കിട്ടി. സാമ്പാർ ഇപ്പുറം വെച്ച് വെച്ചാൽ അതെന്നിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക. അപ്പോഴതിൻ്റെ മാത്രം ഒന്ന് കഴിച്ചോട്ടെ. ആ അത് ചട്നി കൂടി കഴിച്ചില്ലേ? അതെ. എങ്ങനെയുണ്ട്? ഇനി സാമ്പാറും ചട്നിയും കൂടി മിക്സ് ചെയ്യും. അങ്ങനെ കഴിക്കണം. എങ്കിലേ അതിന് നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? ആ വടയുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വടയും കൂട്ടി എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഇനി അല്ലേ? ആ ഇതിലിങ്ങനെ നോക്കി കഴിയില്ല. വെളിച്ചെണ്ണ ഇട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല. വെളിച്ചെണ്ണ ഉണ്ട്, ഒരു പൊടിയുണ്ട്. മറ്റേ എണ്ണ വെച്ചിട്ടാണ് പറഞ്ഞാൽ ആ ഇതൊരു ഇഡ്ഡലിപ്പൊടിയാണ്. കഴിച്ചു നോക്കാം. എന്താണെന്ന് അറിയില്ല. സാമ്പിൾ നോക്കാം കുറച്ച്. അതെ. എടുത്തിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. ഓട്ടയുണ്ടായി ഞെക്കിയാൽ മതി. ഏയ് അതിൻ്റെ കൊഴി ഒഴിച്ചാ ആ ഇളക്കി. നമുക്കിതിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ചാലിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചാലിച്ചിട്ട് ഇതിൽ കൂട്ടി തിന്നാനാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ. വേണ്ട അടിപൊളിയാ. എന്തായാലും ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഉപ്പും പുളിയൊക്കെ ആയിട്ട്. ആണോ? എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ. കഴിച്ചോളൂ. അപ്പം ഞങ്ങളങ്ങനെ അയ്യോ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഈ കടയിൽ തന്നെ പറഞ്ഞത് ഇപ്പോൾ പോവാം. ഒരു ഇഡ്ഡലിക്ക് 15 രൂപ അല്ലേ? എന്നാലും 15 രൂപയ്ക്കുള്ള സാധനമുണ്ട്. 15 രൂപയ്ക്കുള്ള സാധനമുണ്ട്. 180 രൂപയായുള്ളൂ. 8 ഇഡ്ഡലി, 2 വട, 2 ചായ കേട്ടോ. സംഭവം അടിപൊളി സാധനമാണ്. പക്ഷെ ഈ കടയിൽ തന്നെ കയറണം കേട്ടോ. അതാണ് വേറെ പ്രത്യേകത. ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്, അതായത് അപ്പുറത്തൊക്കെ കുറേ കടകളുണ്ട്. അതിലൊക്കെ കയറിയാൽ നമുക്ക് അതെനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവരൊന്ന് ഹിറ്റായി കഴിഞ്ഞപ്പോഴേ ചെറുതായിട്ടൊന്ന് അതെ അതെ തുടങ്ങിയതാണ്. പൊള്ളാച്ചി കുടിക്കാം അല്ലേ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഒയ്യോ ഇത് വല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി പോയി എൻ്റെ മോനെ. ഒരേ കട്ടിങ്ങൊക്കെ. ഇതാണ് നമ്മുടെ സരസ്വതി ടീ സ്റ്റാൾ രാമശ്ശേരിയിലെ. ഒരു പ്രായമായ അപ്പൂപ്പനും ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും തോന്നുന്നു ചേട്ടൻ. അതെ അതെ. ഒരു ആർഭാടം ഇല്ലാത്ത ഒരു സാധാ ബ്രൗൺ കളർ ലുങ്കി കൊടുത്ത്. അതെ. അപ്പൊ അങ്ങനെ മോസസ് ഇതേ കണ്ണാടിയൊക്കെ വെച്ചു. ഇനി രണ്ടും കൽപ്പിച്ചുള്ള യാത്ര എന്നാണ് മോസസ് പറഞ്ഞത്. എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞത്. അതെ എൻ്റെ അമ്മൂ 8 എണ്ണ. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടി 8 എണ്ണ കേട്ടോ കഴിച്ചത്. സംഭവം വരുമ്പോ നമ്മുടെ ഒരു എന്താ ഈ തട്ടുദോശ എന്നൊക്കെ പറയില്ലേ അല്ലേ? തട്ടുദോശേന്റെ ഒരു സ്റ്റൈല്. അതായത് വലിയ വണ്ണം പറയാം ഇല്ല. എന്നാ ഇഡ്ഡലിയാണോ ഇഡ്ഡലിയാണ് താനും, ദോശയാണോ ദോശയാണ്. ദൊഡ്ഡലി പോലത്തെ ഒരു സാധനം. പക്ഷേ ദൊഡ്ഡലി. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ടേസ്റ്റിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റാണ്. ഞങ്ങൾ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ രാവിലെ ഒരുത്തം കണ്ടുപിടിച്ചാണ് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. അതില് നമുക്ക് ഒരു നഷ്ടമില്ല അല്ലേ? ഫുഡ് അതെ അതെ. ഞാൻ തായ്ലൻഡിൽ പോയിട്ട് മുതലിറച്ചി നീ ഭീകരനാണല്ലോ. അത് തിന്നുന്നതിനിപ്പോ എന്താ ഭയങ്കര ടേസ്റ്റാ. അതിങ്ങനെ സ്റ്റിക്കില് അവരിങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കി ഇങ്ങനെ കുത്തിയിട്ട് ബാർബിക്കോ ആക്കി തരും. ഭയങ്കര ടേസ്റ്റാണ്.
അപ്പൊ അങ്ങനെ ഞങ്ങള് തമിഴ്നാട്ടിൽ കയറി. അപ്പൊ ഇന്നലെ നമ്മള് കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിൽ കയറി, പിന്നെ കേരളത്തിൽ കയറി. ഇന്നിപ്പോ രാവിലെ പിന്നെ നമ്മള് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറി. നല്ല അടിപൊളി റോഡാണ് മോസേ. ഇത് നമ്മുടെ ഇതല്ലേടാ, നമ്മുടെ എന്താ മഞ്ഞപ്പൂ മറ്റേ നെറ്റിയിൽ പൊട്ടിക്കണേ? ആ അത് തന്നെ, കോളാമ്പി പോലെ ഇരിക്കുന്നത്. കുഞ്ഞാറ്റ എങ്ങനെയാ? കുഞ്ഞാറ്റ ഇത് കണ്ട അപ്പൊ പറിച്ച് നെറ്റിയിൽ ഒരു ഒറ്റ ഇടിയാ. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ചെറിയൊരു മഴക്കാറുണ്ടോടാ? ചെറിയ ഞാനും ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മേടിച്ചൊക്കെ വലിയ കഥയാണ്. ഒറ്റ അമ്മോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങോട്ട് ഊരിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അമ്മാരി വെയിലാട്ടോ പുറത്ത്. അപ്പൊ നമ്മള് പളനി എത്താൻ വേണ്ടി ആയിട്ടുണ്ട്. 18 കിലോമീറ്റർ. ആ, പളനിയിൽ ഇറങ്ങാല്ലേ. ഞാൻ ഇതുവരെ ഇറങ്ങാത്തൊരു സ്ഥലമാണത്. വേണ്ട, എനിക്ക് വേറെ നേർച്ച ഉള്ളതാ. ഞങ്ങക്ക് വേളാങ്കണ്ണിയിൽ വേറെ നേർച്ച ഉള്ളതാ. അതെ. ഇവിടെ സ്പീഡ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? 100 കഴിഞ്ഞ് ഒരേ വിടലാട്ടോ. ക്രൂസില് മൈലേജ് കിട്ടും, അതിട്ട മൈലേജ് കിട്ടും. ഇനിയിപ്പോ അങ്ങ് പൊക്കോളും വണ്ടി. ഇനി ഒന്നും നോക്കണ്ട. നീ ഉറങ്ങരുത് കേട്ടോ. കണ്ണാടി വെച്ച് ഉറങ്ങിയാൽ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ചായ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഹൈവേ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മള് നേരെ എങ്ങോട്ടാ ഇനി പോണത്? പളനി പോവാണ്. പളനി പോയിട്ട് ഇന്ന് മോസസിന്റെ തല മുട്ടയടിക്കാണ് നമ്മള്. മുട്ടയടിച്ച് നമ്മള് പുള്ളിയും കുത്തിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. എന്നിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. വെയില്. ഈ ഗ്ലാസ് കാര്യം വലിയ ബ്രാൻഡ് ഗ്ലാസ് അല്ലെങ്കിലേ എന്റെ ഉപകാരമുണ്ട് കേട്ടോ. എന്റെ ബ്രാൻഡ് പക്ഷെ ഇതാണ്, മറ്റേ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയത്. എന്തായാലും നമുക്ക് പളനിയിലേക്ക് നേരെ വിടാം. ഓ, നമ്മള് ലോക്കായല്ലോ. കറക്റ്റ് ലോക്ക്. ആ, ഇനിയിപ്പോ സാരില്ല, ട്രെയിൻ കാണാലോ. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും നമുക്ക് ആഗ്രഹമുള്ള സാധനമാണല്ലോ ട്രെയിന്. പുറത്തിറങ്ങണം. അത് മതി. ആരെങ്കിലും വണ്ടി എടുത്തിട്ട് പോവോ? മോസസേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല അടിപൊളിയായല്ലോ അല്ലേ? ചൂടെന്ന് പറഞ്ഞ വണ്ടി ചെളിയായി. കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തോട്ടീന്നേ കഴുകിയെടുക്കാം. ഏത് സൈഡിൽ നിന്നാണോ ട്രെയിൻ വരുന്നത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എൻ്റെ മോനെ, ഇത് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അല്ലേ? ടൂറിസ്റ്റ് ബസ്സാ? ആ, ഫ്രണ്ട്സ്. അങ്ങനെ ട്രെയിൻ വന്നു കേട്ടോ. ഏതാണ്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നിന്നിട്ടുണ്ട് അല്ലേ? പാസഞ്ചർ അല്ല, ഗുഡ്സ് ആണ്. അതിനാണോ നമ്മൾ ഇത്ര നേരം? നമുക്ക് ജസ്റ്റ് ഈ അടച്ചില്ലാതെ കറക്റ്റ് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? കറക്റ്റ് ഗ്യാപ്പായിരുന്നു. അതിലൊക്കെ പോയിരുന്നേ നമുക്കിപ്പോ എവിടെയെങ്കിലൊക്കെ എത്തായിരുന്നു. ഇതിപ്പോ അതെ. ഇനി ബൈക്കുകാരും അതേപോലെ. ഓ, ഫ്രണ്ടിൽ നോക്ക്, നമുക്കിപ്പോ ഗ്യാപ്പ് ഇല്ലല്ലോ പോകാനായിട്ട്. എന്തത് എന്നാ അധികം വണ്ടി തൊട്ട് ഇല്ലതാണ്. ഇവരൊന്ന് തിരക്ക് കാണിക്കാണ്ട് അല്ലേ? എന്നാ പിന്നെ വലിയ തിരക്കില്ലല്ലോ. ഇങ്ങനെ തിരക്ക് കാണിക്കാണ്ട് അങ്ങ് പോവുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോകത്തില്ലേ അല്ലേ? ഇത് ചുമ്മാ അങ്ങോട്ട് ഒറ്റ കൈ വെച്ചാണ് ഈ അഭ്യാസം കാണിക്കണേ. വേണ്ട, ഒരു കുതിരവണ്ടി പോകുന്നു. ഇതുണ്ടോ, ഇവിടെ ഒരുപാട് കുതിരവണ്ടികളുണ്ട് കേട്ടോ. കുതിരവണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഇതാണ് ബസ് സ്റ്റാൻഡ് എന്ന് തോന്നുന്നല്ലേ? ആ, ഇതാണ് ബസ് സ്റ്റാൻഡ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വരികയാണെങ്കിൽ വലിയൊരു ടാങ്ക്. ആ, മേളിൽ കാണുന്നത്. கோவிலுக்கிட்ட எப்படி போனோம்னா ஒரே ரோடா? கார் போகுமா? கார் போகாது. நேரா போய் ரைட்ல கட் பண்ணிக்கலாம். லெஃப்ட்ல கட் பண்ணா பார்க்கிங் தேவசன பார்க்கிங். அங்க போட்டு அப்படி போயிடு. நடக்கணுமா? நடக்கணும், கொஞ்சம் நடக்கணும். இந்த வண்டியில போக முடியுமா? வண்டி கோயில் வாசல் இருக்கு. குதிரை வண்டியில போலாமா? எவ்வளோ? 100 ரூபாய் ஒரு எக்ஸ்ட்ரா வரும். ஏன்னா அப்படியே 100 ரூபாயில கேக்குற, காலையில 50 ரூபாய் கேட்டா கொடுக்குறேன். கோயில் வாசல் இருக்கு. சரி, அங்க போனா கிடைக்குமா? வண்டி எங்க பார்க் பண்ணது? வண்டி நிப்பாட்டி வாங்க. இங்க நிப்பாட்டினா கோயில்ல வாங்க. சார் வண்டியில உட்கார்ந்துக்கிட்டு വണ്ടി അങ്ങ് പാർക്ക് பண்ணோம். അങ്ങ് പോടുന്ന കോയിൽ വാസൽ കിട്ടാ. വണ്ടി പിന്നാലെ വാങ്ങ. പുള്ളിന്റെ പുറകെ പോവാൻ. പുള്ളി വരട്ടെ. എന്നാ പുള്ളി വരട്ടെ.
എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കണ്ണാടിയൊക്കെ കണ്ടിട്ടാണോ പുള്ളി അങ്ങനെ ചോദിച്ചേ? 100 രൂപ. വലിയ നഷ്ടമില്ല. അത് 2.5 കിലോമീറ്റർ കയറണം. ആണോ? പുള്ളി പുറകെ ഉണ്ടോ? ഇല്ല, പുള്ളി അവിടെ നിന്നു. പുള്ളി അവിടെ നിന്ന് അവിടെ പോയിട്ട് അതിന് കുതിരവണ്ടി കിട്ടും. വേറെ കിട്ടും. കുതിരവണ്ടി പോവാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മതിലിന്റെ ബേക്കിലായിട്ടാണ് നമുക്ക് ടെമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നോ എൻട്രി. ഇവിടുന്ന് എങ്ങോട്ട് നോ എൻട്രി? എപ്പോഴാണോ പോകുന്നത് മേലെ? ട്രെയിൻ എടുക്കാം. എന്നാ ട്രെയിന്? നമ്മുടെ കേബിൾ കാർ അല്ലേ? കേബിൾ കാർ ഉണ്ട് കേട്ടോ. നമുക്ക് കേബിൾ കാറിൽ പോവാം. അപ്പൊ ഞങ്ങളങ്ങനെ, ഇത് ഫ്രീ പാർക്കിംഗ് ആട്ടോ. നമുക്ക് ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. എത്ര? 200 രൂപ എടുത്താൽ അടിപൊളി വണ്ടി വാഷ് ചെയ്ത് തരാം. ഷാമ്പു ഇട്ട് കഴുകി തരാന്നല്ലേ? അണ്ണാ നമുക്ക് പേരെന്നെ? മാരി മുത്ത് അപ്പടി ഒന്നുമില്ലേ? അപ്പൊ നമുക്ക് ആ പോണതാടാ, ആ ബസ് പോണ പോലെ കണ്ടോ? ബസ് പോണുണ്ടോ? ഇവിടെ അത് പൊളിക്കുമല്ലോ അല്ലേ? അത് പൊളിക്കൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇവര് വണ്ടി കഴുകിയിടും. അപ്പൊ നമുക്ക് അന്നേരത്തേക്ക് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ ആ പോണ ട്രെയിൻ പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, ട്രെയിനിനാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കയറി പോകാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനിങ്. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വീഡിയോയും ഫോണൊന്നും അലൗഡ് അല്ല അങ്ങോട്ട്. അപ്പോൾ ഇവിടെ എല്ലാ ലോക്കറിലും മേടിച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് പുള്ളി അങ്ങനെ പറഞ്ഞു കേട്ടോ, വണ്ടി കഴുകാന്ന് പറഞ്ഞ് മരിമുത്ത് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ നമ്മൾ പോകുന്നില്ല, താഴെ ഒന്ന് കാണാം അല്ലേ മോസസേ? നമുക്കെന്നാ മേളിലേക്ക് സ്റ്റെപ്പ് കയറി പോയാലോ? അല്ല, ഒരു സൈഡ് സ്റ്റെപ്പ് കയറിട്ട് ഒരു സൈഡ് 700 സ്റ്റെപ്പ് ഉണ്ട്. 700 സ്റ്റെപ്പോ? 700 സ്റ്റെപ്പാണ് ഞാനുമില്ല. ആ 700 സ്റ്റെപ്പ് നടന്ന് കയറാനോ? ദൈവമേ. ഫോൺ എടുത്ത് പോകാൻ முடியாதா? ആ ക്യാമറ ഫോൺ കൊണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങള് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കയറി. ഇവിടെ എന്നാ മുട്ട അടിച്ചാലോ? മുട്ട അടിക്കാം. ഞാനില്ല, നിന്റെ പോലെ നിന്റെ പോലെ. ആ ഇവിടെ പക്ഷെ ഫ്രീ ആണല്ലോ. ഫ്രീ ആണ്, ഫ്രീ. ഓ ഈ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ മേളിൽ പോവാൻ. മേളിൽ പോവില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇതാട്ടോ ബസ്. ഈ ബസ്സിൽ നമുക്ക് വേണമെങ്കിൽ പോവാം. ഇത് കൊള്ളാം അല്ലേ? ചേച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നത്. ആ പിന്നെ അല്ല, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു സംഭവം കണ്ട്. ഹിന്ദുസിന് മാത്രമേ അലൗഡ് ഉള്ളൂ. ഒള്ളി ഹിന്ദുസ് ആർ ഇൻസൈഡ്, അലൗഡ് ഇൻസൈഡ്. ഇതേ മുട്ടപ്പിള്ളേർ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അപ്പുറത്തേക്ക് പോകണ്ട അല്ലേ? നമുക്ക് തിരിച്ചു പോവാം. ഇതേ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോഴാണ് വണ്ടി കഴുകുന്നത് കേട്ടോ. മോസസേ, നമ്മൾ ശരിക്കും 1 മണിക്കൂറായി പോയിട്ട്, പക്ഷേ ഇപ്പോഴാണ് വണ്ടി കഴുകുന്നത്. വെള്ളമൊക്കെ എടുത്ത് വന്നേക്കും. അക്ക പേരക്ക വേണ്ട 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 വേണ്ടമ്മ. ആ മയിലിനെ വരയ്ക്കാം അല്ലേ? അവിടെ ബേക്കിലൊരു വണ്ടിയിൽ വരച്ച് വെച്ചേക്കണോക്ക്. ദേ മറ്റേ വണ്ടി കയറി പോണുണ്ടോ? അതെന്താ വലിച്ചോണ്ട് പോണാണോ? വേറെന്തോ யாரும் ஏற முடியாது. அது வந்து இது பஞ்சாமரம் போகும் மேல. பஞ்சாமரம். ஐஸ் മാത്രമില്ല. இந்த வெயில்ல எப்படி ஐஸ் வரல. அந்த கடையில இருக்கு. அந்த மாதிரி இந்த கடை ஐஸ் அங்க இருக்கு. ஐஸ் அந்த கடையில போட்டு அங்க போட்டு போயிருக்கா. ஐஸ் இல்ல அല്ലേ? അപ്പം ഞങ്ങൾ 2 സർബത്താണ് കുടിക്കുന്നത്. പക്ഷേ ഇതിൽ സോഡ ഒഴിച്ചിട്ടില്ല. പക്ഷേ രസമുണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. എന്തായാലും കഴിച്ചിട്ട് വേഗം പോവാം. അന്നേരത്തേക്കും കഴിയോ അന്നേരത്തേക്കും? നമ്മൾ കഴുകണ്ടെന്നാണ് ശരിക്കും അവരോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വണ്ടി നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഇത് കണ്ടോ, സിപ്പപ്പ് ചോക്കോബാറൊക്കെയാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേഗം വിടാം കേട്ടോ. മോസസ് നോക്കി നിന്ന് തുടപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ടെമ്പിളിൻ്റെ ബേക്ക് വശമാണ് കേട്ടോ ഈ കാണുന്നത്. ഓ ഇത് നോക്കിയേ, ഫുള്ള് വേസ്റ്റ് വേസ്റ്റ് റോഡ് സൈഡിലേ പ്ലാസ്റ്റിക്കും എല്ലാവിധ സാധനവും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡിണ്ടിഗൽ എത്തിയിട്ടോ. അപ്പോൾ ഡിണ്ടിഗൽ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് അവിടെ മോസസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ മേടിച്ച് നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും അടുത്തുനിന്ന് കുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഇന്ന് എങ്ങനെയെങ്കിലും രാമേശ്വരം എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് കുക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് സമയമായി പോകും. സമയമായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങുകൾ നടക്കില്ല. അപ്പോൾ ഇന്ന് രാത്രി വേണം നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യാൻ. ഇനി അടുത്ത യാത്രയല്ല, നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത് രാത്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ 60 രൂപയ്ക്കല്ലേ, 60 രൂപ ചിക്കൻ, അതായത് ഇവിടെ 180 ഉള്ളൂ കേട്ടോ റേറ്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് 160. അപ്പോൾ ഞങ്ങൾ അതിൽ 60 രൂപയ്ക്ക് ചിക്കൻ മേടിച്ചു. ഒരു 2 ലെഗ് പീസ് നോക്കി പുള്ളി നല്ല സൂപ്പറായിട്ട് വെട്ടി തന്നു, വൃത്തിയാക്കി തന്നു. അപ്പോൾ ചോറ് അതെ ഇച്ചിരി നെയ്യ് ഒഴിക്കാം അല്ലേ, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി നെയ്യ് വാങ്ങണം. ഇവിടെ എവിടെയെങ്കിലും കാണും. ഈ ഹൈവേയിൽ കയറിയ പിന്നെ കിട്ടാൻ വലിയ പാടാ. അതെ എനിക്ക് വിശക്കുന്നുണ്ട്. സമയം 8:30 9 മണിയായി. അപ്പൊ എന്തായാലും ഇനി ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി കിട്ടിയാൽ നമുക്ക് വേഗം സൈഡാക്കി. അതെ അങ്ങനെ നമ്മുടെ വണ്ടിയിലെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ അതാ ജീൻസ് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുകയാണ് പമ്പിൽ. നല്ല മഴയാട്ടോ ഇവിടെ, ഫുള്ള് മഴയാണ്, ഫുള്ള് മഴയാണ്. അങ്ങനെ വെള്ളം എല്ലായിടത്തും പോകുന്നു. പക്ഷെ പണി കിട്ടി ഇല്ലേ? ഇന്ന് മിക്കവാറും നമ്മൾ പട്ടിണിയാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ദൈവമേ, ചിക്കനും നെയ്യൊക്കെ ഇവിടെ ഇരിക്കും കേട്ടോ. നെയ്യ് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മഴയാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ പുറത്ത് ചൂട് കുറവൊന്നുമില്ല, അടിപൊളി ചൂട്. അവിടെ ആ മലേൻ്റെ ഒക്കെ അവിടെ ഉണ്ടല്ലോ കോട കയറിയിട്ടാ. പക്ഷെ മലകൾ നോക്കി ഒരു രക്ഷയില്ലാത്ത സീനാട്ടോ അല്ലേ. ആ പണി നടക്കും, അതിൽ നമുക്ക് നല്ല സമയം പോകുന്നുണ്ട്. നമ്മുടെ വിൻഡ് മില്ലിന്റെ ചിറവല് മറ്റേ ഇതിൽ പറയുന്ന പോലെ അല്ലേ. എന്നാൽ ഇത് ഈ റോട്ടിൽ കൂടി ഓടിച്ചു കൊണ്ടുവന്നേരം സമ്മതിക്കണം. എന്നാ അത് നീട്ടതിന്. എനിക്ക് ആ മലകൾ കണ്ടു, അതിന്റെ മേളിൽ കയറിയാലോ മോസസ് നമുക്ക്. ഏറ്റവും മേളിൽ പോയ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ ബത്തേരി ഇറങ്ങിയിട്ടുണ്ടല്ലോ. നല്ല തെങ്ങും തോപ്പുകള്, താഴെ എന്താണാവോ എന്തോ കൃഷിയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പതേ മഴയും പോയി എല്ലാം പോയി. റോഡിലൊരു തുള്ളി വെള്ളം ഉണ്ടോന്ന് നോക്കി. വാർഡ് തിരിച്ചുള്ള മഴയാണ്. അതെ ഇത് നോക്കി, ഞങ്ങൾ ആ മല നോക്കി ഇങ്ങ് ഉള്ളിലേക്ക് ഒരു വഴി കണ്ടപ്പോ കേറി. പെട്ടെന്ന് പറയാൻ വേണമെങ്കിൽ കറക്റ്റ് വില്ലേജ് അല്ലേ. എന്തോരം വീടാന്ന് നോക്കി, അടുപ്പിച്ച് വീട്. അതിൻ്റെ ഉള്ളിൽ കൂടി വഴി ഭയങ്കര ശോകം. ഞാനും വേണമെങ്കിൽ കുഴപ്പമില്ലടാ, നമ്മൾ ഈ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും കൂടി ഇറങ്ങിപ്പോയാലേ അടിയൊക്കെ കുറയും. ഭയങ്കരമായിട്ട് ഉത്സവമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേ കയറാനായെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ വീടുണ്ട് അങ്ങ് ഉള്ളിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരു സൈഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ എന്തോ ഒരു സംഭവം ആയിരുന്നു, ഇത് പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. സൈഡിലൊക്കെ എന്തൊക്കെ വീടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ധൈര്യത്തിലും കൂടി ആട്ടോ ഞങ്ങളിവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇനി അവൻ ഗ്യാസ് മാത്രം എടുത്തില്ല, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് കുക്ക് ചെയ്തിട്ട് വേഗം പോകട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയിൽ കറുവപ്പട്ട ഗ്രാമ്പൂ സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി നമ്മുടെ തക്കാളി ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇന്ന് മോസസിൻ്റെ വകയാണ് ദിണ്ടിഗൽ ബിരിയാണി ഇല്ലേ മോസസേ? എന്തോ ഒരു ബിരിയാണി അല്ലേ, ഇളക്കിയതുപോലെ. അല്ല നമ്മളെന്തായാലും ഇത് മിക്സ് ചെയ്താണല്ലോ കഴിക്കുക. ഇതിങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, ഈ കുക്കർ മാത്രം ഒന്ന് നന്നായിട്ട് കഴിയാൽ മതി. അതാ പണി പെട്ടെന്ന് കഴിയും. അതെ, ഇതല്ലെങ്കിൽ മറ്റേതെന്താ വെച്ചാൽ ചോറും വെക്കണം കറിയും വെക്കണം, അത് ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ ഇനി നമുക്ക് മസാലകൾ ഇടാൻ തുടങ്ങാം കേട്ടോ. മഞ്ഞപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക.
ഗരം മസാല വേണോ? അത് ഈ പുറത്തേക്ക് തന്നെ വെച്ചു, ഞാനത് അടുക്കി വെച്ചോളാം. എന്നാ കുറച്ച് ചിക്കൻ മസാല ഇട്ടോ. ആ അവിടെ വെച്ചോ, ഞാൻ എടുത്ത് വെച്ചോളാം. അതെ, ഒന്ന് പെട്ടെന്ന് ഉണങ്ങി ഇതായി കിട്ടിക്കോളൂ, മൂപ്പ് കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ചെല്ലുമ്പോഴേ മോസസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മോസസിൻ്റെ അടുത്ത് ഇനി പരിപാടി തുടങ്ങിക്കോളാം പറയോ? കുക്കിങ് അല്ല, ഇനി പുള്ളിക്കാരി കുക്കിങ്ങിൽ നിന്ന് മാറിയിട്ട് നിൻ്റെ അടുത്ത് ചെയ്തോളാം പറയോ? മുളക് പൊടി വേണോ? കുറച്ച് മുളക് പൊടി. എന്നാ ഗരം ചെറിയൊരു മതിയില്ലേ? ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടല്ലോ. ആ ഇനി ഗരം. ഇത് വേണോ? മല്ലി ഇടണോ? വേണ്ടല്ലോ, വേണേ രസിട്ടോ. അതെ, അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മസാല. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടു. ഇനി നമുക്ക് ഈ അരി പെട്ടെന്നൊന്ന് കഴുകിയെടുക്കണം. അതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം. അത്രയും പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അരി ഇട്ടു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ആ നെയ്യ് ലേശം ഒഴിക്കണം, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഇതാ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചാട്ടോ. ശരി ഞങ്ങൾ ഒഴിച്ചു. എന്താ പറ്റിയേ? ആ ലീക്കുന്നുണ്ട്. ടൈറ്റ് ആയോ? ആ ഇതാട്ടോ നെയ്യ്, അതൊന്ന് ടൈറ്റാക്കി എടുക്കണം. കത്തി എന്ത് ചെയ്യും? കത്തി ഒടിയണ്ട. അതിലെ ലീക്കുന്നുണ്ടല്ലേ? ഇന്നലെ അതാണ് അതിൽ വല്ലാണ്ട് ലീക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇനി അത് മൂടി. എത്ര കൂണോ? 2 കൂണോ? ഇന്നലെ 2 കോഴിലല്ലേ റെഡി ആയത്? എന്നാൽ 2 കോഴിക്കോട്ടെ. നിൻ്റെ ഫോൺ എടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ ഫോൺ ബിരിയാണിയും കൂടി ആയി പോകും. അപ്പോൾ ഇനി ഇതൊന്ന് വേഗന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ അത് കുഴപ്പമില്ല, നീ ഒഴിച്ചാൽ മതി. അതെ, നെയ്യ് ഒഴിച്ചാലേ ബിരിയാണി ആവുള്ളൂ. തമിഴ്നാട്ടിലെ ഓൺ പ്രൊഡക്റ്റാ. ആ മതി, അല്ലേ കൊളസ്ട്രോൾ ഒന്ന് ചത്തുപോകും. അപ്പോൾ അതെ, അങ്ങനെ നമ്മുടെ ഫുഡ് ആയിട്ടുണ്ട്. മോസസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തോ. ഓക്കെ അമ്മേ, കൊള്ളാടാ, ഇത് അടിപൊളിയാ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നമുക്ക് മുന്നോട്ട് ഇങ്ങനെ തന്നെ ഏതാ അല്ലേ? ഇതാ നല്ലത്. ഗ്യാസ് തീരും, ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഇന്നത്തെ പോലെ 2 ഇഡ്ഡലി കിട്ടിയാലും അല്ലേ? അപ്പോൾ എന്തായാലും ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാണ്. ഇപ്പോൾ ജിൻസിൻ്റെ ഒരു കുരുട്ടുബുദ്ധിയാണ്. ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ച് പാത്രം കഴുകുക. ചകിരി ഉണ്ട്, പേടിക്കണ്ടല്ലോ. വൃത്തിയായിട്ടോ വണ്ടിയിൽ നല്ല ചകിരി വെച്ചിട്ട് അത് തൊടാൻ മടിച്ചിട്ട് സ്വന്തമായിട്ടൊരു ചകിരിയും എല്ലാം ഉണ്ടായിട്ട് അവൻ ചെയ്യുന്നുണ്ടോ. നാളെ അങ്ങനെ കഴിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വിടുകയാണ്. അയ്യോ വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ധനുഷ്കോടി പിടിക്കാം അല്ലേ? ഇനി നമുക്ക് രാമേശ്വരം നമുക്ക് ഇനി 211 കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ. സമയം എന്തായാലും 4 മണിയായോ? ആ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ എവിടെ നിർത്തൂല, നമ്മൾ നേരെ വിടുകയാണ്. 4 മണിക്കൂർ യാത്രയുണ്ട്. ആ രാമേശ്വരത്തേക്ക് ഇനി നമുക്ക് 4 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ചുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വിടാം. അങ്ങനെ നമ്മൾ വൈഗൈ റിവർ എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ മേളിൽ കൂടിയാണ് കേട്ടോ പോകാൻ പോകുന്നത്. മധുരയാണ് സ്ഥലം, മധുരൈ. ഓ വേസ്റ്റ് വണ്ടിയാണല്ലോ നമ്മുടെ നേരെ മുമ്പിൽ. വെള്ളം കുറവാണ്, വെള്ളം പറ്റ കുറവാണ്. വെള്ളമില്ലാത്ത വലിയ പുഴ അല്ലേ? സംഗതി വമ്പം ഇതാട്ടോ. മാപ്പിലൊക്കെ കാണിക്കുന്ന ഫുള്ള് വെള്ളം. എൻ്റെ ചേട്ടാ വണ്ടിയൊക്കെ നോക്ക്, ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയാന്. ഇവിടെ CPM ഉണ്ടല്ലേ? ഇനി ലെഫ്റ്റ്. ഇത് കണ്ടോ, ഇത് നേരെ ആ പുഴേന്റെ കുറുകെ അപ്പുറത്തേക്ക് വേറെ പാലം. ഇത് എന്തോരം പാലം ഇനിയുണ്ടോ? നമ്മളിപ്പോ 3 പാസ്സായി. നമ്മൾ നേരെ അതിന്റെ അപ്പുറത്തെ ഓർമ്മ, അതിന്റെ അപ്പുറത്തെ ഓർമ്മ. നമ്മള് നേരെ ഇതിപ്പോ ഇതിപ്പോ 3ാമത്തെ പാലാണ് പാസ്സാവുന്നത്. ഇതെന്താ ഇങ്ങനെ പാലങ്ങളല്ലേ? അടുത്ത 4ാമത്തെ അടുത്ത പാലം.
എന്നാ പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ പാലം അങ്ങ് ഉണ്ടാക്കിയായിരുന്നെങ്കിലോ അല്ലേ? കുറച്ച് വീതിയിൽ ഇനിയുണ്ട്, ഇനിയും പോകുമ്പോണ്ട് ഇതേപോലെ തന്നെ പാലം അപ്പുറത്തേക്ക് ക്രോസ് വേറെ പാലം ഉണ്ട് ഇനി. ഒറ്റ ടൗണില് അല്ലേ? വണ്ടി ഓടാതിരിക്കുന്ന പോലെ എല്ലാ പാലത്തിലും ഉണ്ട് വണ്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ എണ്ണ അടിക്കാൻ വേണ്ടി, അതായത് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇവിടുത്തെ റേറ്റ് 101 രൂപ 50 പൈസയുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ എത്രയാണോ 106 107 ഏതാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ മോസേ, ഈ വഴീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്നെ അത് വഴിയാ ആൾക്കാര് ബുദ്ധിയില്ലാത്തമാര് റോഡിൽ ചാടുന്നുണ്ട്. അതെ അതെ, നേരത്തെ ഒരുത്ത ഫോണുമായിട്ട് വന്ന് മുമ്പിൽ ചാടി. ഏറ്റവും മുമ്പിലത്തെ കാറിൽ അടിക്കേണ്ടായിരുന്നു. എന്തോ ഭാഗ്യാ. പക്ഷെ ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ ഓടുന്നുണ്ട്. സുഖമായിട്ട് ഓടാം, കാരണം വഴി അങ്ങനെയുണ്ടേ. അയ്യോ, 100 കിലോമീറ്റർ കംപ്ലീറ്റ് ആകാശം ഇരിക്കണോ അല്ലേ? മേലോട്ടൊന്നാണ് വെള്ളല്ലേ, വെള്ള പൊള്ളി ലുക്കാണ് അത്. ഞങ്ങളങ്ങനെ 2 ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. നല്ല തിരക്ക് അല്ലേ? ഇതാണ് നമ്മുടെ തമിഴ്നാട് ചായ കേട്ടോ. യെസ്, ചായ റെഡി. മോസേ, ചായ ഒന്ന് കുടിച്ചു നോക്ക്. കളർ ഇറങ്ങുന്നല്ലേ? മധുരിട്ടാണ് അതില്. ആഹാ, പനി പോലെയുണ്ട്. നല്ല ചൂട്. ഞങ്ങൾ ഓരോ കേക്കും കഷ്ണവും ഓരോ ചായ ആട്ടോ പറഞ്ഞത്, ലൈറ്റായിട്ട്. കാരണം ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് അധികം അല്ലേ? ഉച്ചക്കത്തെ ഫുഡ് അധികം കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിക്ക് കഴിച്ചില്ലേലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് വേഗം വിടാം കേട്ടോ. മോശത്തെ ചായ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അതെ, ഏതാടാ? ആ, മണികണ്ഠൻ അല്ലേ, ബിൽഡിംഗ് കൺസൾട്ടന്റ്. അതുവരെ നല്ല അടിപൊളിയായിട്ട് എഴുതി. അല്ല, അടിപൊളിയെന്ന് മറ്റേ വലിയ ബോർഡ് അടിച്ച് നമ്മുടെ എവിടെ ആണെങ്കിൽ എഴുതി വെക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. മന്ത്രിമാരുടെ വണ്ടിക്ക് ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതുന്ന പോലെ. ഞാൻ ആദ്യം വണ്ടി വരുന്നത് ഞങ്ങൾ അവിടുന്ന് കണ്ടു. അത് നീ എന്നെ ഏതോ മന്ത്രി. അതെ, നല്ല മഴ വരാൻ ചാൻസ് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ടല്ലേ? അതെ, ഉള്ളിൽ ഫുള്ള് ആളാട്ടോ. എന്തായാലും നമുക്ക് പോയേക്കാം. അങ്ങനെ ഞങ്ങള് പാമ്പൻ പാലം കേറി. പാമ്പൻ പാലം ബ്രിഡ്ജ്. റെയിൽവേ അപ്പുറത്തുണ്ടല്ലോ. അത് റെയിൽവേ ഉണ്ട്. അതിൽ ട്രെയിനിൽ പോയി പൊളിച്ചാനെ. അതെ, കുറച്ച് നേരത്തെ വാഹനം ഓടിക്കലിന് ശേഷം ഞാൻ വിരമിച്ച് ജിൻസിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുകയാണ്. ഇനി മുഴുവൻ ജിൻസാണ് വണ്ടി ഓടിക്കുക. അതെ, എന്റെ ഓടിക്കല് കണ്ട് മോസസ് ഇവിടെ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അതെ 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 അതെ. ഇപ്പൊ വീട്ടിലെത്തുന്നൊരു പ്രതീക്ഷ കുറഞ്ഞു വരുന്നുണ്ട്. പാമ്പൻ പാലം ഇതാണ് നമ്മുടെ ധനുഷ്കോടി രാമേശ്വരം പോകുന്ന പാമ്പൻ പാലം. ഇതിനപ്പുറത്ത് റെയിൽവേ ഉണ്ട്. പിന്നെ വേറെന്തോ ഒരു ചെറിയ സാധനമുണ്ട്. അല്ല, അതെന്താ റെയിൽവേ പോലത്തെ വേറെന്തോ ഉണ്ട്. ആ, നമ്മുടെ പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയാണ്. സംഭവം കൊള്ളാല്ലേ? അതെ, ഇതിലെ പണ്ടേ ശ്രീലങ്കയ്ക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെന്താ നിർത്തിയേ? അങ്ങനെയൊക്കെ നീ ചോദിക്കരുത്. ഇതുണ്ട്, ബസ്സുകൾ വരുന്നുണ്ടോ? ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇതൊക്കെ. രാമേശ്വരം അമ്പലത്തിലൊക്കെ പോയി വരുന്നതെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഈ വൈകുന്നേരം ടൈം. ഒന്നാമത് ഈ മഴയും കൂടി പെയ്ത് അങ്ങനെ നല്ലൊരു വൈബായിട്ടിരിക്കുകയാണല്ലോ. അതെ, നമ്മുടെ പാമ്പൻ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതുണ്ട് സംഭവം കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല മഴയാട്ടോ. നല്ല മഴ പെയ്ത് ഇതാ ആ കാണുന്നതാണ് കേട്ടോ രാമേശ്വരം എന്ന് പറയുന്ന പട്ടണം. നമ്മൾ രാമേശ്വരത്തേക്ക് പോവാം. അപ്പൊ നമ്മളങ്ങനെ രാമേശ്വരത്ത് എത്തി കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ധനുഷ്കോടിക്ക് പോവില്ല. കാരണം എന്താ പറയാ, അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. അത് രാവിലെ 7 മണി തൊട്ട് 7 മണിയല്ലേ, 7 മണി തൊട്ട് വൈകുന്നേരം
5 മണി വരെ ഉള്ളൂ. ഇപ്പൊ സമയം ഏതാണ്ട് 6 മണി 6:30 അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് പോക്ക് നടക്കൂല. അപ്പൊ നമ്മൾ നാളെ ആയിരിക്കും ധനുഷ്കോടി വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്നത് കേട്ടോ, ബീച്ചിന്റെ ഇതിലേക്കൊക്കെ. അപ്പൊ എന്തായാലും പിന്നത്തൊക്കെ പ്രോസസ് പറയണ്ടോ? അടുത്ത വീഡിയോയില് ഇതിനും അടിപൊളിയായിട്ട് നമ്മള് വരുന്നതായിരിക്കും. അതെ അതെ, ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്പൊ രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്യും. അടുത്ത ദിവസം നമ്മളത് റിവീൽ ചെയ്യുമോ? റിവീൽ ചെയ്യണം അടുത്ത ദിവസം അടുത്ത വീഡിയോയില് ഞങ്ങളത് റിവീൽ ചെയ്യും കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. ട്രൈ ചെയ്യുന്നുണ്ട്, സക്സസ് ആയാലും അടുത്ത വീഡിയോയില്. അതെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളത് നമുക്ക് നടന്നില്ലെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. അതെ അതെ. അപ്പൊ എന്തായാലും പുതിയ വീഡിയോസിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ പുതിയ വീഡിയോയിൽ വരുന്നതോടെ വരെ 5 ദിവസത്തിൽ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് പോകും. അത്രേ ഉള്ളൂ, അത്ര ഇപ്പൊ പറയാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നതോടെ വരെ ബൈ ബൈ ബൈ.